ഒരു ഗവൺമെൻറ്റിനെതിരെ വലിയ തോതിലുള്ള വികാരമുണ്ടായതുകൊണ്ട് ജനങ്ങളെല്ലാം തന്നെ എതിരായി വോട്ട് ചെയ്തതുകൊണ്ടാണ് പിണറായി സർക്കാർ അധികാരത്തിൽ നിന്ന് മാറിയത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെട്ടതാണ്, ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. കാരണം നമ്മൾ പലപ്പോഴും വളരെ വൈകാരികമായ വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യുകയും കടക്കു പുറത്ത് എന്നുള്ളതും അതുപോലെ തന്നെ വീട്ടിൽ പോയി ചോദിക്കുന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുകയും പലപ്പോഴും ഒരു ഭരണത്തെ കൃത്യമായി വിലയിരുത്തുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നതിന് നമ്മുടെ മാധ്യമങ്ങളൊക്കെ സ്തുത്യർഹമായ പങ്ക് വഹിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ മാധ്യമങ്ങളൊക്കെ കൂടി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് UDF എന്ന് പറയുന്നത്. അതിൽ പ്രത്യേകിച്ചും കോൺഗ്രസ് എന്ന് പറയുന്നത് അവരുടെയൊക്കെ അജണ്ടകൾക്കനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായത് എന്നുള്ളതൊക്കെ തന്നെ വാസ്തവമാണ്. പക്ഷേ ആ പ്രചരണങ്ങൾ കൊണ്ടൊന്നും ഞങ്ങൾ രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങളെ തല്ലണ്ട, ഞങ്ങൾ നന്നാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് വീണ്ടും പഴയ രീതിയിൽ ചലിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയാനുള്ളത്. ആ വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ടത് നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ചെറിയ കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുകൊണ്ട്, ചാനലിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി നമ്മൾ നിഷ്പക്ഷമായിട്ടുള്ള നിലപാടുകളായിരിക്കും എടുക്കുക. നമ്മൾ ഏതെങ്കിലും കോർപ്പറേറ്റ് ഹൗസുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടികളിൽ നിന്നൊക്കെയുള്ള സഹായമോ അല്ലെങ്കിൽ അവരുടെയൊക്കെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള നിലപാടുകളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. വളരെ നിഷ്പക്ഷമായി സത്യസന്ധമായ അഭിപ്രായം പറയണം എന്നുള്ളത് കൊണ്ട് നമ്മൾ സപ്പോർട്ട് ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ അടുത്താണ്. നിങ്ങൾക്ക് നമ്മളെ സഹായിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അതിൽ ലെവൽ 1 വളരെ ചെറിയ എമൗണ്ടാണ്, 179 രൂപയാണ്. ലെവൽ 2 359 രൂപയാണ്. ലെവൽ 3 എന്ന് പറയുന്നത് 799 രൂപയാണ്. പിന്നെ അതിനേക്കാൾ മുകളിൽ ലെവൽ 4ഉം ലെവൽ 5ഉം ലെവൽ 6ഉം ഒക്കെ തന്നെ ഉണ്ട്. അത് നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്താൽ മതി. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇത് മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് എന്തെങ്കിലും പെർക്സോ പ്രത്യേകമായിട്ടുള്ള വീഡിയോസോ ഒന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രം ചെയ്താൽ മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങളൊക്കെ മൂടി വെക്കുന്ന നിരവധി വാർത്തകൾ കൂടി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയുന്നൊരു കാര്യം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് മന്ത്ലിയുള്ള മെമ്പർഷിപ്പ് ആയതുകൊണ്ട് അതെടുക്കാൻ കഴിയാത്തവർ, ഒരൊറ്റ തവണത്തേക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുന്നവർ, സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് താഴെ നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അറിയിക്കട്ടെ. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ടോപ്പിക് എന്ന് പറയുന്നത്, സാധാരണ നമുക്കറിയാം ഒരു ഗവൺമെൻറ് അധികാരത്തിലേക്ക് വന്ന് ഒരു 3 മാസമോ അല്ലെങ്കിൽ 6 മാസമോ കഴിഞ്ഞത് 1 കൊല്ലമൊക്കെ കഴിയുമ്പോഴാണ് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവരുടെ നടപടികൾ തെറ്റായി പോയി എന്നുള്ളതൊക്കെ തന്നെ ജനത്തിന് തോന്നി തുടങ്ങുന്നത്. പലപ്പോഴും കോൺഗ്രസ് ഗവൺമെൻറ്റുകളും അതുപോലെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകളും ഒക്കെ തന്നെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം, അവരുടെയൊക്കെ ഭരണവിരുദ്ധ നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വികാരം ഉണ്ടാകുമ്പോൾ മാറി മാറി ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടാകുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തവണ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് UDFും കോൺഗ്രസും എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതായത് അവരുടെ ഒരു മുഖ്യമന്ത്രി അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ, അവരുടെ ഭരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ ഈ നാട്ടിലുള്ള മാലോകരെയും സർവരെയും വെറുപ്പിക്കുന്നതിൽ ഈ ഗവൺമെൻറ് ഇപ്പം തന്നെ വിജയിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ 140 സീറ്റുകളിൽ 3 BJPക്ക് കിട്ടി, ബാക്കി 35 LDFന് കിട്ടി. ബാക്കിയുള്ള 102 സീറ്റുകളിൽ മഹത്തായ വിജയമാണ് UDF നേടിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് തന്നെ LDFൻ്റെ നേതാക്കന്മാരിൽ പലരും ജയിച്ചിട്ടുള്ളത് വളരെ ചെറിയ നിസ്സാരമായിട്ടുള്ള വോട്ടുകൾക്കാണ്. അവിടെയും കൂടി വേണമെങ്കിൽ UDFന് ജയിക്കാവുന്ന സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് ഒരു 120 സീറ്റുകൾ വിജയിച്ചിട്ടുള്ള ഒരു ഫലമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ അവിടെ അഭൂതപൂർവമെന്ന് പറയട്ടെ, 8ാം നാളായിട്ട് പോലും അവരുടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഈ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രോളുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ് കേരളത്തിൽ മൊത്തം. എന്ന് പറഞ്ഞാൽ KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഇടിയുണ്ടാക്കുന്നതിൻ്റെ ട്രോളുകൾ, അതുപോലെ ഇവർ പാടുന്നതിൻ്റെ ട്രോളുകൾ, ഇങ്ങനെയുള്ള നിരവധി ട്രോളുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ഒരു ട്രോൾ എന്നെ വല്ലാതെ ചിരിപ്പിച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 പേരുടെ ഫോട്ടോ കൊടുത്തിട്ട്, ഒന്ന് VD സതീശൻ, രണ്ടാമത്തേത് KC വേണുഗോപാൽ, മൂന്നാമത്തേത് രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തേത് VD സതീശനെ കാണിച്ചുകൊണ്ട് പറയുന്നത് ഇത് പ്രണയിച്ചയാൾ എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രി കസേരക്ക് പ്രണയം തോന്നിയ ആൾ എന്നുള്ളതാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് KC വേണുഗോപാലാണ്. KC വേണുഗോപാലിനെ കുറിച്ച് പറയുന്നത് വീട്ടുകാർ കണ്ടെത്തിയ ആൾ എന്നുള്ളതാണ്. മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയെക്കുറിച്ച് പറയുന്നത് മുറച്ചെറുക്കൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ട്രോളുകളിലൂടെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും ജനത്തിൻ്റെ ഇടയിലും ഒക്കെ തന്നെ അങ്ങേയറ്റം ഈ വെറുപ്പ് സമ്പാദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
ഇത് വലിയ തലവേദനയായി പിണറായിക്കും LDFനും പോലും മാറിയിരിക്കുന്നു എന്നാണ്. കാരണം അദ്ദേഹം ഇപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്കറിയാം ഡൽഹിയിലെ കേരള ഹൗസിൽ മുഖ്യമന്ത്രിക്കുള്ള പ്രത്യേക റൂമൊന്നും എടുക്കാതെ തന്നെ അദ്ദേഹം മറ്റൊരു റൂമിലേക്ക് മാറി സാധാരണ താമസം തുടങ്ങിയിരിക്കുന്നു. കൂടാതെ അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ വാടക വീട്ടിലേക്ക് മാറിയിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ ചെയ്തെങ്കിൽ പോലും യുവന്മാരെപ്പോൾ വന്ന് ഈ ചുമതല ഏറ്റെടുക്കും എന്നുള്ളതിന് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാതായിരിക്കുന്നു. ഏതാണ്ട് 23 തീയതി വരെ സമയമുണ്ടല്ലോ എന്നുള്ളതാണ് ദീപാദാസ് മുൻഷിയൊക്കെ പറഞ്ഞേക്കുന്നത്. ഇനി സ്വന്തം മറ്റൊരു ട്രോൾ നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ്. രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ സ്വന്തം വീടിൻ്റെ പാലുകാച്ചൽ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ അതിൻ്റെ കാര്യങ്ങളൊന്നും പറയാതെ അയൽവക്കക്കാരൻ്റെ പാലുകാച്ചലിൽ പങ്കെടുക്കുകയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് ആസാമിൽ നമുക്കറിയാം കോൺഗ്രസ് അമ്പെ പരാജയപ്പെട്ടു. അവിടെ ഹിമന്ത് ബിശ്വ ശർമ്മ മുഖ്യമന്ത്രിയായി. പുതുച്ചേരിയിൽ പഴയ കോൺഗ്രസ്സുകാരനായിട്ടുള്ള ആൾ, വിഘടിച്ചു പോയിട്ടുള്ള ആൾ, അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നു. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൽ നമുക്കറിയാം സുവേന്ദു അധികാരി അധികാരം ഏറ്റെടുക്കുന്നു. അതുപോലെ തമിഴ്നാട്ടിൽ അവിടെ ഭൂരിപക്ഷമില്ല, 108 സീറ്റുകൾ ഉണ്ടായുള്ളൂ, 5 സീറ്റേ കോൺഗ്രസ്സിന് ഉണ്ടായുള്ളൂ. ആ 5 സീറ്റുകളിൽ കോൺഗ്രസ് പിന്തുണയോടുകൂടി അവിടെ മന്ത്രിമാരാകുന്നു. അതുപോലെ തന്നെ വിജയുടെ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുന്നു. ഈ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുന്നതിൽ അവിടെ ചെന്ന് രാഹുൽ ഗാന്ധി അതിൽ പങ്കെടുക്കുന്നു. പക്ഷെ അപ്പോൾ പോലും സ്വന്തം പാർട്ടിക്ക് 102 സീറ്റ് കിട്ടിയ വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ള കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, നാട് മുഴുവൻ ഫ്ലെക്സും ബോർഡും വെച്ചിട്ട് വലിയ രീതിയിലുള്ള പ്രകടനങ്ങളും വലിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിദ്വേഷങ്ങളും വെറുപ്പുകളും ഫ്ലെക്സിൽ തുപ്പലും അതുപോലെ ശയന പ്രദക്ഷിണവും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി സ്വയം മരിക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുന്ന കപടമായിട്ടുള്ള പ്രകടനങ്ങളും ഒക്കെ കൊണ്ട് അങ്ങേയറ്റം നമ്മുടെ ജനത്തിനെ വെറുപ്പിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾ അറിയേണ്ടത് ട്രെയിലർ മാത്രമാണ്, ഒരു ടീസർ പുറത്തിറക്കി നമ്മൾ വിചാരിച്ചാൽ മതി. കാരണം ഇതിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി 3 പേരാണ് തമ്മിത്തല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരു 11 മന്ത്രിമാരാണ്, അതായത് മുഖ്യമന്ത്രിയുടെ 11 പേരാണ് കോൺഗ്രസിന് ഉണ്ടാവുക. അതിൽ 10 മന്ത്രിമാരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഘട്ടം കൂടിയുണ്ട്. ആ 10 മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന ഒരു ഘട്ടത്തിൽ എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഒരു കൂട്ടയടിയും കത്തിക്കൂത്തും ഒക്കെ തന്നെ KPCC ഓഫീസിൽ സംഭവിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ എന്തും നേരിടാൻ തയ്യാറായിരിക്കുക. സത്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തൊരു കുഴപ്പമില്ലായിരുന്നു ആ പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നുള്ളത് ഇപ്പം തന്നെ തോന്നി തുടങ്ങി. യഥാർത്ഥത്തിൽ പിണറായിയുടെ വലിയ തിരിച്ചുവരവും കംബാക്കുമാണ് ഈ പറയുന്ന ഇവരൊക്കെ കൂടി നടത്തുന്നത് ചക്കളത്തി പോരാട്ടത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മനസ്സമാധാനമായി സന്തോഷകരമായി ഇത് ഏറ്റെടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ നിന്നും ഇപ്പം യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ആര് എന്നറിയാൻ കേരളം കാത്തിരിക്കുകയാണ്. ഇനി ദീപാദാസ് മുൻഷി പറയുന്ന പോലെ നമ്മൾ 23 തീയതി വരെ കാത്തിരിക്കേണ്ടി വരുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നോ നാളെ പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ്. ഇനി പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ള കോമഡികൾക്കും ബാക്കിയുള്ള തമാശകൾക്കും ഒക്കെ വേണ്ടി നമ്മൾ വീണ്ടും കാത്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളം ഇപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഒരു ഭരിക്കാൻ കയറുന്നതിന് മുമ്പ് തന്നെ ഭരണവിരുദ്ധ വികാരം രൂപപ്പെട്ടിരിക്കുന്നു. മാക്സിമം ജനങ്ങളെ കോൺഗ്രസ് വെറുപ്പിച്ചിരിക്കുന്നു. കൂടാതെ ഘടകകക്ഷികളെയും വെറുപ്പിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗൊക്കെ വന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല, മുഖ്യമന്ത്രി എവിടെ എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇരുന്ന് നമ്മുടെ ജിൻഡോ ജോണിനെ കുറിച്ച് അവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുള്ള ഈ മറ്റേ ചർച്ചയ്ക്ക് വന്നിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി തന്നെ പറയുന്നത് ഇദ്ദേഹം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പനി പിടിച്ച കടുവയായി പോയി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പനി പിടിച്ച കടുവയായി പോയി ഈ പറയുന്ന ജിൻഡോ ജോൺ എന്ന് പറയുന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളൊക്കെ തന്നെ വർത്തമാനം പറയുന്ന ലെവലിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തിയിലാണ്. നാളെ അവർ പ്രത്യേകമായിട്ടുള്ള ഒരു മീറ്റിംഗ് കൂടി വിളിച്ചിട്ടുണ്ട്. അതിന് എന്തായിരിക്കും അതിൻ്റെ തീരുമാനം എന്നുള്ളത് നമുക്കറിയില്ല. ഒരുപക്ഷെ നാളെ KC വേണുഗോപാലിനെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കരുത് എന്ന് പറയാനായിരിക്കുമോ എന്നുള്ളത് അറിയില്ല. കാരണം MSFൻ്റെ അടക്കമുള്ള ആളുകളാണ് കഴിഞ്ഞ തവണ നമ്മുടെ VD സതീശന് വേണ്ടി സ്വീകരണം ഡൽഹിയിൽ ഒരുക്കിയത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല തമാശകളും കൊണ്ട് മാക്സിമം ജനത്തിനെ വെറുപ്പിച്ചിരിക്കുന്നു ഭരണത്തിലേറുന്നതിന് മുമ്പ് തന്നെ.